ശ്വസിക്കാൻ ശുദ്ധവായുവിനായി യാചിക്കുന്ന കൊച്ചിക്കാരോട് സർക്കാരിന് പറയാൻ മറുപടിയുണ്ടോ? 11ാം ദിവസവും കത്തിയുയരുന്ന പുകയ്ക്ക് എന്നാണ് ശമനമെന്ന് സർക്കാരിന് മറുപടിയുണ്ടോ? തീ കത്തിയണഞ്ഞ മേഖലയിൽ നിന്ന് ഇപ്പോഴും ഉയരുകയാണ് മാലിന്യപുക. വിവരങ്ങളുമായി ബ്രഹ്മപുരത്ത് നിന്ന് അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ബ്രഹ്മപുരം കത്തിയെരിയാൻ തുടങ്ങിയിട്ട് 11 ദിവസമായി. ഈ 11 ദിവസവും കൊച്ചിയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരവസ്ഥ അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കുൾപ്പെടെ കഴിയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് അതിന് കഴിയുന്നില്ല? ഇപ്പോഴും പുക ഉയരുകയാണോ? എന്താണ് അധികാരികൾ പറയുന്നത്? ബ്രഹ്മപുരത്തെ പുകയ്ക്ക് ഒരു ശമനവുമില്ല. ഇപ്പോഴും ബ്രഹ്മപുരത്തെ പുക ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ ഭാഗത്ത് മുഴുവൻ പുക ഇങ്ങനെ വമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പുകയ്ക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു കുറവുണ്ടാകില്ല എന്നതാണ് അഗ്നിശമന സേനാ വിഭാഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് ഞങ്ങൾ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ്. ശരിയാണ്, അവർ ആദ്യ ദിവസം ഉണ്ടായിരുന്നത്രയും തീ ഇന്ന് കത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തീ ആണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്. കാരണം തീ അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പുകയാണ്. ഈ പുക അന്തരീക്ഷത്തിലാകെ വമിച്ചതാണ് ഇവിടുത്തെ നിലവിലെ പ്രതിസന്ധി. കാരണം ആ പുകയ്ക്ക് ഇപ്പോഴും ഒരു ശമനമില്ല. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ നേരത്തെ പോയ പാക്കേജിൽ നമ്മൾ കാട്ടിയിരുന്നു. അതായത് തീ അണച്ച പ്രദേശത്ത് വീണ്ടും അടിയിൽ നിന്ന് പുക ഉയർന്നു വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥനും വിശദീകരിച്ചിരുന്നു. അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായിട്ടും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 20 അടി. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു അവർ പറയുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു കുഴി കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന മാലിന്യം സ്വഭാവമായിട്ട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് പോകട്ടെ, അതിനപ്പുറത്ത് കണ്ടോ, അവിടെ ഒരു ചെറിയ കനത്തിൽ മാത്രമാണ് മണ്ണ്. അതിന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക്കാണ് അടിയിൽ വരെ, അതിൻ്റെ മുകളിലൊരു മണ്ണും ഇട്ട് നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഏകദേശം 20 അടി താഴ്ചയിലാണ് ഈ പ്ലാസ്റ്റിക് എടുക്കുന്നത്. ആ 20 അടി താഴ്ചയ്ക്ക് അടിയിലേക്കാണ് തീ ഇറങ്ങിയിരിക്കുന്നത്. ആ അടിയിലെ തീയാണ് പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കേണ്ടത്. അതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനൊരു ഭാഗത്ത് നിന്ന് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവിടെ നിന്ന് തീ അല്ലെങ്കിൽ പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുക എന്ന് ശമിക്കുന്നു അന്ന് മാത്രമേ കൊച്ചി നഗരവാസികൾക്ക് ആശ്വാസമാകൂ.